പുറത്തുനിന്നാണ് ഓർഡർ കൊടുത്ത് മേടിച്ചല്ല, നീ കണ്ടല്ലോ. ഫോട്ടോ അപ്ലോഡിങ് ഓർഡർ റെഡി ആയിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഓർഡർ അടിച്ചാണ്ട കൂട്ടുകാരൻ വിളിച്ചാൽ അവൻ്റെ സൊമാറ്റോ ഉണ്ട്, നമുക്ക് ഇന്ന് സൊമാറ്റോ ഓർഡർ ആണെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് പിന്നെ സൊമാറ്റോ ഓർഡർ. അപ്പോൾ ഈ ഓർഡർ തീർത്തതിന് ശേഷം ഇത് ഇവിടെ അടുത്താണ് ഇതൊന്ന് കൊടുത്തിട്ട് നമുക്ക് നേരെ പോയിട്ട് സൊമാറ്റോ ഓർഡർ. അപ്പോൾ ചെമ്മര് നമ്മുടെ ആ ഡെലിവറി കഴിഞ്ഞിട്ടാ പിന്നെ ആള് വോയിസ് നോട്ട് ഇട്ടുണ്ടായിരുന്നോണ്ട് വീട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എളുപ്പത്തിൽ പറ്റി. പിന്നെ ഒരു 40 ടിപ്പുണ്ട്. നല്ല മനസ്സിലായി. Hey guys, it's me Srang and welcome back to my new video. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ സ്വിഗ്ഗിയും സൊമാറ്റോയും കൂടി ഒരുമിച്ച് ഓടാൻ പോവുകയാണ്. നല്ല സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ ഇന്നലെ കൂട്ടുകാരൻ്റെ ഒപ്പം സൊമാറ്റോയും കൂടി ആഡ് ചെയ്തിട്ട് ഓടി. അത് അവൻ്റെ ഒരു സൊമാറ്റോ അക്കൗണ്ട് ഉണ്ട്, അവനത് യൂസ് ചെയ്യാണ്ട് വെച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തേതൊരു സ്വിഗ്ഗി വീഡിയോ അല്ല, ഒരു സൊമാറ്റോ വീഡിയോ ആണ്. അപ്പം ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, നിങ്ങൾക്കറിയാൻ പറ്റും, നമ്മുടെ രക്ഷകൻ. അപ്പോൾ അവന് സൊമാറ്റോയിൽ അക്കൗണ്ട് ഉണ്ട്. സൊമാറ്റോന് ഓടിയിട്ടുണ്ട് മുമ്പ്, ഇപ്പോൾ കുറേ നാളായിട്ട് അവൻ ഓടിയിട്ടില്ല. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമുക്ക് ഇന്ന് ഞാൻ ഫ്രീ ആണ്, നമുക്ക് സൊമാറ്റോ ഓടി നോക്കാമോ എന്നോട് ചോദിച്ചു. നമ്മൾ എന്താ ഓടി നോക്കാം. അപ്പോൾ സൊമാറ്റോയിൽ ഇന്ന് എത്ര ദിവസത്തെ ഏണിങ് കിട്ടും എന്നതാണ് ഇന്നത്തെ കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സൊമാറ്റോയിൽ എത്ര കിട്ടി, ഞാൻ ഇടയിൽ കൂടി സ്വിഗ്ഗി ഓണാക്കിയായിരുന്നു. അപ്പോൾ ഈ സ്വിഗ്ഗിയിൽ എത്ര കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റും. അതായത് നമ്മൾ സൊമാറ്റോൻ്റെ കാര്യങ്ങളൊക്കെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് സൊമാറ്റോയിൽ നമുക്ക് ഓടിയാൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. ഇതൊക്കെ സോണാണ്, ഇത്രയും സോണുണ്ട്. സൊമാറ്റോന് ഇത്ര സോണുണ്ടല്ലേ. അപ്പോൾ എത്ര മണിയുടെ ജിഗാട് ഓർഡർ ചെയ്തേക്കണമെന്ന്? 7 മണി വരെയാണ് ചെയ്തേക്കണത്. വേണം എക്സ്റ്റെൻഡ് ചെയ്യാം. 3 മണി തൊട്ട് 7 മണി വരെ ഉള്ളത് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ സൊറ നമുക്ക് അതുവരെ ഓടി പോകാം. ഞാൻ ഉണ്ടാവില്ല, ഞാൻ അപ്പം ജോലിക്കും. ജോലിക്ക് പോകണം. അപ്പോൾ അതുവരെ ഉള്ള ഓർഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളത് നമുക്ക് അന്നേരം നോക്കാം. അങ്ങനെ ഞങ്ങൾ ആപ്പ് ഓൺ ആയിക്കൊണ്ട് ഇപ്പോൾ മൂകാംബി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. സമയം ഇപ്പം 3:30. പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഓർഡറുകളൊന്നുമില്ല. ഓർഡറുകൾ ഇനി വന്നിട്ട് വേണം. അപ്പോൾ ഓർഡർ വരുന്നവരെ നമുക്ക് ഇവിടുന്ന് ചില്ലടിക്കാമെന്ന് വിചാരിച്ച്. എടാ ഇപ്പം ഇട്ട് കൊടുത്ത അത്യാവശ്യം എവിടെയാണ്? അവിടെയാണോ? അത് അവനെന്തായാലും കിട്ടും. വേണ്ട നിനക്ക് അവനിനി ഇതേ ജന്മമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂല. മേലൊക്കെ തുടച്ച് സുന്ദരനായിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലല്ലേ ആൾക്കാർക്ക് ഇരിക്കായിരുന്നു. ഇങ്ങോട്ടേക്ക് ഫീസ് ചെയ്താണെങ്കിൽ അടിപൊളിയാണ്. കമന്റാക്കികൾക്ക് സുഖമായി നല്ലൊരു ദിവസം സൊമാറ്റോ ഇടാന്ന് വിചാരിച്ചു. ഓർഡർ പോയിട്ട് 3:32 ചെല്ലുന്നോടം പാതാണെന്ന് കൂട്ടിയപ്പോഴേ ഞാൻ ആലോചിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ വേറെ ഒന്നുമില്ല. സൊമാറ്റോ നമ്മ ഓണാക്കിയിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറോളായി. അരമണിക്കൂറല്ലല്ലോ, 45 ഓണാക്കിയല്ലേ. 1 മണിക്കൂർ ആവണം ഒരു ജിഗ് കംപ്ലീറ്റ് ആവുമ്പോ. ഏറെക്കുറെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു ഓർഡർ ഒന്നും അടിച്ചിട്ടില്ല. ഇത് ഞാൻ സ്വിഗ്ഗി ഓണാക്കി വെച്ചേക്കാണെങ്കിൽ ഇപ്പൊ ഒരു 19 രൂപയുടെ ഓർഡറുകൾ ഞാൻ അടിച്ചേനെ. തേങ്ങ പോള. ഞാനാ നിന്നെ വിളിച്ചില്ലേ, വിളിക്കുമ്പോ അയ്യമ്പളിയിലേക്ക് 100 രൂപയുടെ ഓട്ടോ ഇട്ടിരിക്കണേ. നീ എന്നെ വിളിച്ചു വെച്ചില്ലേ, വിളിച്ചു വെച്ച അപ്പൊ തന്നെ നമ്മുടെ പലാരത്തിന്ന് ഈ കിടാമല കവേരിയില്ലേ, അവിടേക്ക് 45 രൂപയുടെ ഓട്ടോ അടിച്ച്. അവിടുത്തെ വെയിറ്റിംഗ് ചാർജും കൂടി ചേർത്ത് 50 രൂപ. അതും കൂടി തീർത്തിട്ടാണ് ഞാൻ വന്നത്. ഉച്ചക്കല്ലേ? ഉച്ചക്ക് ഈ ടൈമിന് ഓർഡർ ഞങ്ങൾക്ക് അടിക്കും. 1 2 ഒക്കെ ആയിട്ട് 158 രൂപയുടെ ഓട്ടം ഞാനിന്ന് ഓടി. 1 മണിക്കൂർ 48 മിനിറ്റ് ഓണാക്കിയിട്ട്. ഓർഡർ വന്ന പൈസ ഉണ്ടാവും. ഓർഡർ ഇല്ല എന്നല്ലേ ഞാൻ പറഞ്ഞോണ്ടിരിക്കണത്. ഓടാണ്ടായ കാരണം പിന്നെ ആ ഓർഡർ കൊടുക്കണില്ല. അതാണ് ഞാനിനി വേറെ വല്ല നല്ല ആൾക്കാരെയും പിടിച്ചുകൊണ്ട് വരേണ്ടി വരും. ഈ പണിയെടുക്കുന്ന ആൾക്കാരെ അടിച്ചടാ സൂമ പഠിച്ചോണ്ട് പോയടാ. എന്തൊക്കെ ഈ കൊച്ചുകാരുടെ നടക്കണേ എടുക്കണ കാരണം തിന്നാനായിട്ട് വേറെ മീൻ. എന്നിട്ട് ഓർഡറിന്റെ അതിപ്രസരം കാരണം ഞങ്ങളിപ്പോ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കും. ചായ കുടിക്കാം.
ചേച്ചി അത് പൈനാപ്പിൾ വെജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയാണോ തീർന്നോ ടൈം എടുക്കുമോ ഉരുളക്കിഴങ്ങ മുട്ടയുണ്ട് എനിക്കൊരു ഉരുളക്കിഴങ്ങ വെച്ച് ടേസ്റ്റ് നോക്കാം ആ നോക്കിപ്പോയ സാധനം ഇവിടെ ഉണ്ടായിരുന്നില്ല പൈനാപ്പിൾ ബജി മുട്ട ബജിയും ഒരു ഉരുളക്കിഴങ്ങ് ബജിയും കഴിച്ച് പൈനാപ്പിൾ ബജി കഴിക്കാൻ വന്നിട്ട് കേസ് 3G ആയിപ്പോയി. അതെ സാധനം തീർന്നു ഇനി അവിടെ നിന്ന് ഉണ്ടാക്കിയിട്ട് വേണം സമയം എടുക്കുമെന്ന് പറഞ്ഞു സമയം എടുക്കാൻ വയ്യ നമുക്ക് എന്തും എപ്പോഴും കിട്ടും നമ്മുടെ അമ്മൻ്റെ അവിടെ നമ്മുടെ അണ്ണന്റെ സ്പെഷ്യൽ സവാളയും കൂട്ടി ഞങ്ങള് ബജി കഴിക്കാം നമുക്ക് അങ്ങാട് പോവാം വടയുണ്ട് ബോണ്ടയുണ്ട് മുളക് ബജിയുണ്ട് മുട്ട ബജിയുണ്ട് പരിപ്പുണ്ട് കായായിട്ടില്ലേ എന്താണ് താങ്ക് യു മേടിച്ചിട്ടോ ഇതാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ സ്നാക്സ് കുറച്ച് നേരത്തെ തന്നെ അവൻ്റെ സൊമാറ്റോ ഒന്നും അടിച്ചില്ല കഴിച്ചു ഞാൻ ഇതിനിടയ്ക്ക് സ്വിഗ്ഗി ഓണാക്കി എനിക്ക് അവിടെ നിന്ന് അടിച്ചു പലഹാരത്തിൽ നിന്നാണ് നമുക്ക് പലഹാരത്തിൽ സാധനം എടുക്കാം അതിന് മുമ്പ് ഒരു കടിയും കൂടെ കടിച്ചേക്കട്ടെ എൻ്റെ സൊമാറ്റോ ഒന്നും അടിച്ചില്ല സ്വിഗ്ഗിയിൽ നിന്ന് 47 ഓർഡർ ചെയ്യുന്നങ്ങോട്ട് തൊട്ട് 10 രൂപ റിട്ടേൺ കാശ് കേട്ടാ ഒരു മുളകും കൂടി കഴിച്ചിട്ട് വേണം നമുക്ക് ഓർഡർ എടുക്കാൻ പോകാനായിട്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാറില്ലടാ പക്ഷേ ബാക്ക് ക്യാമറ റെക്കോർഡ് ചെയ്യുമ്പോൾ വോയിസ് ക്ലിയർ ആവില്ല ഫ്രണ്ട് ക്യാമറ നല്ലോണം വോയിസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പോൾ കണ്ട ഒരു ചെറിയൊരു ഇതില്ലേ കളർ ഇത് ബാക്ക് ക്യാമറ നോക്കുമ്പോൾ അടിപൊളിയായിട്ട് വരും പെട്ടെന്ന് കഴിച്ചിട്ട് ഞങ്ങൾ പോട്ടെ കേട്ടോ ഇപ്പോൾ ഗൈസ് നമ്മൾ ആ ഓരോ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ കൂട്ടുകാടായിരുന്നു കൂട്ടുകാടല്ല കൊച്ചങ്ങാടിയിലായിരുന്നു സാധനം കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് നമ്മൾ നിൽക്കാറുള്ള സ്ഥലത്ത് വന്നേക്കാണ് വേറെ അങ്ങ് പോട്ട ഓർഡർ ഒന്നുമില്ല അപ്പോൾ ഇവിടെ ഇപ്പം കറൻ്റ് സ്വിഗ്ഗിയും സൊമാറ്റോയും ഓണാണ് നേരത്തെ സൊമാറ്റോ മാത്രം ഓണാക്കി വെച്ചിട്ട് പെട്ടെന്ന് സ്വിഗ്ഗി ഓണാക്കിയപ്പോഴാണ് സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ കിട്ടിയത് അപ്പോൾ അങ്ങനെ 2 ഓണാക്കി വെച്ചേക്കാണ് 2 ഓണാക്കി വെച്ചിരിക്കുമ്പോൾ ആദ്യം ഏതിലാണ് അടിക്കണേ നമുക്ക് നോക്കാം ആദ്യം അടിക്കണേ കൊണ്ട് നമ്മൾ പോകും പിന്നെ മേടിച്ചു സ്വിഗ്ഗി കാണ്ട സ്വിഗ്ഗി 20 രൂപയുടെ ഓർഡർ സംസമ്മറിന്ന് മാറ്റം അടിക്കും നോക്കിക്കോ ഗേസ് അടിച്ചിരിക്കും എവിടേക്കാണ് പറപ്പാത്തിൻ്റെ അപ്പുറത്ത് അപ്പം ഞങ്ങൾ സൊമാറ്റോ ഓഫ് ആക്കിയിട്ട് സ്വിഗ്ഗിയിൽ പോയിട്ട് വരാം ഇത് ഓഫാക്കാനും മാത്രമേ എടുക്കാനുള്ളൂ ഓർഡർ ഒന്നും മഞ്ഞില്ല ഞാൻ നോക്കിട്ട് സെറ്റിങ്സ് എല്ലാം മാറി കിടപ്പുണ്ടാവുന്ന എടുത്തല്ലേ ഇത് ഓണാക്കിയപ്പോ തൊട്ട് ഞങ്ങൾ ബ്രേക്കാണ് പണിയൊന്നും എടുത്തിട്ടില്ല അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക അപ്പൊ നമ്മുടെ ഓർഡർ ഞാനവിടെ പിക്കപ്പ് ചെയ്തിട്ടുണ്ട് സംസമീന്നാണ് പ്ലീസ് ഡോണ്ട് ടേക്ക് ഇമ്മീഡിയറ്റ് യു ടേൺ നിയർ ബീച്ച് ആഫ്റ്റർ ബീച്ച് ഗോ 100 മീറ്റർ ജസ്റ്റ് ആൻഡ് റൈറ്റ് നിയർ രോഹിണി ചിക്കൻ സെന്റർ നമ്മൾ കഴിച്ചെടുക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും സാധനം കൊണ്ട് കൊടുത്തിട്ട് വരാം. അങ്ങനെ നമ്മൾ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് പാദം പ്ലാസയിൽ വന്നിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കും. ഇനി ആര് നമുക്ക് ആദ്യം ഓർഡർ തരും? സൊമാറ്റോയാണോ സ്വിഗ്ഗിയാണോ? എൻ്റെ സൊമാറ്റോ തരോ എൻ്റെ സ്വിഗ്ഗി തരും. സത്യം പറയാനല്ല ആദ്യം തുടങ്ങിയത് സ്വിഗ്ഗിയുടെയും സൊമാറ്റോ അല്ല സ്വിഗ്ഗിയാണ് ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. സൊമാറ്റോയിൽ ഒരു ദിവസം എത്ര ഓർഡർ തരുമോ എന്നറിയാനാണ്. ഇതിപ്പോൾ ആ സ്വിഗ്ഗി സൊമാറ്റോ തമ്മിലൊരു വാറായിട്ട് മാറി. ആരാദ്യം ഓർഡർ തരും? 2 ഓണാണ് ഫോണിൽ, 2 ഓണാണ്. ഏതിനാണ് നമുക്ക് ഓർഡർ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോകണം. പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ കിട്ടിയേക്കണത് സ്വിഗ്ഗിയാണ് സ്കോർ ചെയ്തേക്കണത്. നല്ലൊരു കണ്ടന്റ് ആയിട്ടാ. എനിക്കല്ല നിനക്ക് നിന്റെ ഐഡിയ. എൻ്റെ സ്വിഗ്ഗി എനിക്ക് ഓർഡർ തന്നെ ഉണ്ട് 236 രൂപ. ഇതിൽ 150 രൂപ ഞാൻ ഉച്ചക്ക് ഓടിയത്. അത് ഗൈസ് ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എനിക്ക് ഒരു 81 രൂപയുടെ ഓർഡർ കിട്ടി. റിട്ടേണിന് 28 രൂപ കിട്ടി. അത് 49 രൂപയുടെ ഓർഡറും കൂടി കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവൻ എന്നെ വിളിച്ചത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം 48 രൂപയുടെ ഒരു ഓർഡർ കിട്ടി. 10 രൂപേന് റിട്ടേൺ കിട്ടി.
ഇപ്പൊ ഒരു 20 രൂപയുടെ ഓർഡർ വേറെയും കിട്ടി. ഇനി ഞാൻ സൊമാറ്റോ എടുക്കണം. അതിന് പറ നേരായിട്ട് ഒരു ഓർഡർ പോലും തരാത്ത സൊമാറ്റോ ആണ് ഞാൻ എന്ത് ധൈര്യത്തിൽ എടുക്കും. ടെക്നിക്കൽ ഗ്ലിച്ച് ആണെന്നാ പറയണത് കിട്ടാത്ത. വെറുതല്ല ഇത് കിടക്കണം. അത് വേണേ നീ കിട്ടുമല്ലേ? നീ കിട്ടും 1 മണിക്കൂർ. ഓർഡർ ചെയ്യില്ല. അപ്പിന് ഓർഡർ വന്ന് തള്ളാൻ പോയാണ്. ഞാൻ അവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നു. സൊമാറ്റോന്റെ ഡെലിവറി ചാവുന്നു. 1 മണിക്കൂറിനുള്ളിൽ ഒരു ഓർഡർ കിട്ടില്ല. 1 മണിക്കൂറിനുള്ളിൽ ഒരു ഓർഡർ കിട്ടി. ഒരു ഓർഡർ 1 മണിക്കൂറിനുള്ളിൽ ഒരു ഓർഡർ കിട്ടും. നിനക്ക് എത്ര മടൽ കിട്ടുന്നതിന്? പണ്ട് ഞാൻ 2 മണിക്കൂർ 400 രൂപ. എടാ പണ്ട് കൂടിയതായമ്പോ കൊറേ നേരം ഞങ്ങൾ അമ്പലത്തിന്റെ അവിടെ പോയിരുന്നു സൊമാറ്റോ ഉണ്ടാക്കി വെച്ചോണ്ട് ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞടാ സ്വിഗ്ഗിയും കൂടി ഓണാക്കി വെക്കാന്ന് പറയും. ശരി എന്ന് പറയും. സ്വിഗ്ഗി ഓണാക്കി വെച്ചൊരു 10-15 രൂപയ്ക്ക് ഒരു ഓർഡർ അടിച്ച് അത് ചേന്നാമംഗല മറ്റേ വടക്കും പുറത്തോട്ട് വിത്ത് റിട്ടേ. എന്നിട്ട് പിന്നെ ഒരു 20 രൂപയുടെ ഓർഡർ കൂടി അടിച്ച്. അപ്പോഴും ഓണാണ് സൊമാറ്റോ. ഇല്ല അപ്പോഴും അടിച്ചിട്ടില്ല സൊമാറ്റോ. ഇവൻ പ്രൊമോട്ട് ചെയ്ത സൊമാറ്റോ കാലങ്ങളായിട്ട് ഓടാത്തോണ്ടായിരിക്കണം. സാധാരണ സ്വിഗ്ഗിയിൽ അങ്ങനെയാണ്. സ്വിഗ്ഗിയിൽ ഞാൻ ഇത്ര നാളും വന്നിട്ടേ ഒരാഴ്ചയൊക്കെ ആരെങ്കിലും വരാണ്ടിരുന്നാല് അടുത്ത ദിവസം വരുമ്പോ അവർക്ക് ഓർഡർ കൂടുതൽ കൊടുക്കും. ഇല്ലാത്ത ഓർഡർ ഇവന്മാർക്ക് തന്നെ എടുത്ത് ഓർഡർ ചെയ്യാൻ പറ്റുമോ? നീ പോയേ നീ. എടാ അങ്ങനെ നോക്കിയാണെങ്കിൽ അപ്പൊ സ്വിഗ്ഗിക്കല്ലേ ഓർഡർ സൊമാറ്റോനേക്കാളും. നീ അത് സമ്മതിക്കുന്നേ. സമ്മതിച്ചു. പക്ഷെ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ഔട്ട് അല്ലത് സൊമാറ്റോ. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ. 2.3 കിലോമീറ്റർ അതിന്ന് ഓർഡർ എല്ലാ ദിവസവും ഒരേപോലെ ആണല്ലോ. ഓർഡർ കുറവാണല്ലോ ടോട്ടല്. അങ്ങനെ നോക്കുമ്പോ രണ്ടും ഒരുമിച്ച് ഓർഡർ ആണ്. അപ്പൊ പ്രോഫിറ്റബിൾ ആവൂലേ? ഞാൻ 1500 കൊടുത്തിന് സൊമാറ്റോ കൂടെ എടുത്ത് വെച്ചോട്ടോ ഓടാന് ലാഭം ഉണ്ടാക്കാനായിട്ട്. രണ്ടൊപ്പടിക്കുമ്പോ പിന്നെ പറഞ്ഞ ഞാൻ ക്യാൻസൽ ചെയ്യാൻ നടക്കണം. 1500 ആദ്യം കൊടുക്കണോന്ന് സൊമാറ്റോ രജിസ്റ്റർ ചെയ്യാൻ. നമുക്ക് 600, നമുക്ക് 700-750 ഉള്ളൂ സ്വിഗ്ഗിക്ക്. അത് ഓട്ടത്തിൽ നിന്ന് പിടിച്ചോളൂ. മതി നന്ദിയുള്ളവരാ സ്നേഹമുള്ളവരാ. ആദ്യം കൊടുക്കണോന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ആദ്യം ഞങ്ങൾ സൊമാറ്റോയുടെ ഒരു ഓഡിയോ എത്ര കിട്ടുമെന്നറിയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഇവിടെ സൊമാറ്റോ സ്വിഗ്ഗി തമ്മിൽ വാറ് കിടക്കുന്നു. സൊമാറ്റോയിലാണ് ഓർഡർ കൂടുതൽ, സ്വിഗ്ഗിയിലാണ് ഓർഡർ കൂടുതൽ. ഇപ്പോഴൊക്കെ അറിയാം പേയ്മെന്റ് കൂടുതൽ ഓർഡർ വേണ്ടേ? കിലോമീറ്ററിന് കിട്ടുന്ന പേയ്മെന്റ്. സൂപ്പറാണ്. ഞാൻ വേറൊന്നും ചോദിക്കില്ല. 40 രൂപ കിട്ടുന്നുണ്ടോ? ഓക്കെ കിട്ടുന്നുണ്ടാവും. 40 രൂപ ഞാൻ ഒരു ഓർഡർ കിട്ടണ്ടേ? ആ ഓർഡർ കിട്ടുമല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ആ നേരത്തെ സ്വിഗ്ഗിയിൽ ഇപ്പൊ കിട്ടി എനിക്ക് 10-200 രൂപ അടുത്ത്. ഈ തർക്കം എപ്പോ തീരുമെന്ന് അറിയാൻ പാടില്ല. ഇനിയിപ്പോ അടുത്ത ഓർഡർ കിട്ടണം. ഞങ്ങൾ വരാം. പിസ്സ ഇത് ഡൊമിനോസ് വരൂലേ? ഡൊമിനോസ് ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് അർബൻ ഫുഡ് കോർട്ടിൽ പോയിട്ട് മറ്റേ ചിക്കൻ ബൗൾ കിട്ടും. എന്താ സാധനം? മറ്റേ ഷവർമ്മയുടെ പോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ബൗളിൽ റോളാക്കാണ്ട് നല്ല ടേസ്റ്റാണ്. എത്രയാണ്? 150 ഇതാണോ ഇതൊക്കെ ക്യാമറ മാത്രം പിടിക്കണല്ലേ? വേറെ ഒന്നല്ല ഗൈസ്, ഇവൻ കൊറേ നേരമായിട്ട് എന്നോട് പറഞ്ഞോണ്ടിരിക്കയാണ് സൊമാറ്റോ ഉപ്പ ഉണ്ടാക്കുമെന്ന്. എവിടെ പറഞ്ഞ കടറ പേരുന്നായിരുന്നു. ഇപ്പൊ പറഞ്ഞ കടറ എടാ പറയാ അമ്മ പറഞ്ഞോ പറ. അർബൻ ഫുഡ് ഇതെന്തിനാണ് സാധനം? ഞങ്ങളപ്പോ അർബൻ ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ട് ഇവൻ പറഞ്ഞ ബൗളിൽ എന്തൊരു സാധനം അത് മേടിച്ച് ഞാൻ പോകുന്നു. എന്നിട്ട് ചെക്കനെ വീട്ടിൽ കൊണ്ടതാകണം. അവന് സങ്കടം വന്നിട്ടുണ്ടോ? എങ്ങനെ പാവും വിഷമിക്കാണ്ടിരിക്കും. സൊമാറ്റോ ഓരോ ഓർഡറിലും
അപ്പൊ നമുക്ക് ഇനി അവിടെ പോയിട്ട് ആ സാധനം തിന്നിട്ട് വരാം. ഇത് വേണ്ട ഫുഡ് കഴിയാൻ വേണ്ട, അത് നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ സോമാറ്റോ ഒരു ഓർഡർ വന്നിരിക്കുകയാണ്. സന്തോഷം നോക്കി സോമാറ്റോ ഒരു ഓർഡർ അടിച്ചപ്പോ പേയ്മെന്റ് എടുത്തിട്ട് ഞാൻ എടുത്തിട്ട് ഞാൻ പേയ്മെന്റ് എടുത്തിട്ട് വരാം. അപ്പൊ അവൻ ആ സാധനം എടുത്തിട്ട് വരും, ഞാൻ ഇവിടുത്തെ പേയ്മെന്റ് എടുത്തിട്ട് മറ്റേ സാധനം എടുക്കാനായിട്ട് കിട്ടിയാ ഇത് പെരുവാരമാണ് എടുത്തിട്ട് അത് കൊടുക്കാൻ പോവാ. അതെവിടെയാണ്? കക്കാശിന്ന് ഇവിടെ നിന്ന് എടുക്കും. കക്കാശിന്ന് എവിടെയൊക്കെയാണ് അതറിയില്ല. ചെക്കൻ സൊമാറ്റോയിൽ ഒന്ന് ഓർഡർ എടുക്കാൻ സൈസിൽ പോയ നേരത്തെ സ്വിഗ്ഗി എന്നൊരു ഓർഡർ ഒന്നും പറഞ്ഞവൻ അത് കൊടുത്തോണ്ട് വന്നിരിക്കുന്നു. തക്കാശി ഞങ്ങൾത്തോട്ടാടാ ഓർഡർ ഇല്ലാണ്ട് കിട്ടിയപ്പോ ഞങ്ങളുടെ മാതിക്കുന്നു. നാട്ടിൽ ഈ ഏരിയയിൽ നല്ല അടിയുണ്ടായി. പേരുണ്ടല്ലോ. അതിനിടക്ക് അവിടെ ചെന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് അവന്മാര് ബാഗ് ആണല്ലോ നമ്മുടെ സമ്മതിക്കണല്ല. പിന്നെ തിരിച്ചു വരേണ്ടി ഞങ്ങളുടെ ഓർഡർ കൊണ്ട് കൊടുത്തിട്ട് വരേട്ടാ. എടാ നിന്റെ മൊത്ത സന്തോഷം ഒന്ന് ആദ്യം കാണിച്ചെടുത്ത് ഓർഡർ കിട്ടിയതിന്റെ സന്തോഷം. മുടിയൊക്കെ അവൻ 35 രൂപയുടെ ഓർഡർ കിട്ടിയതിന് നക്കുവിന്റെ പോയ 120 രൂപയുടെ ബൗള്. അപ്പൊ നീ കാശ് തരൂലേ? അത് ശരി, അതും എന്റെ തലയിലായിരുന്നല്ലേ. അവന്റെ ആഗ്രഹപ്രകാരം അവനൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഞാൻ അവന് ചെലവ് ചെയ്യണം. എന്താ അല്ലേ? എന്താണ് ശരിക്കും ഇതിന്റെ മിക്സിങ് ആണ് അടിപൊളിയാണെന്നും പറഞ്ഞോണ്ട് മേടിപ്പിച്ചത്. നല്ലതാണ്, നീ കഴിച്ചു നോക്കും. സലാഡ് പോലെ വിത്ത് ചിക്കൻ കഴിച്ചു. നല്ലതാണ്. പൊളിയല്ലേ? ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ചിക്കൻ ഉണ്ടാവും, അത്യാവശ്യം ഐറ്റം ഉണ്ടാവും. ഉള്ളിൽ 120 റുപ്പീസ്. എനിക്കങ്ങനെ 120 രൂപയ്ക്ക് ലാഭമാണ്. നല്ല ചിക്കന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ സോസ് ചീസ് എന്നാണ് സോസാണ് അതിൻ്റെ ഡ്രസ്സിങ് ആണ്. ഇങ്ങനെ ഇരിക്കും ആ സംഭവം. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് കഴിച്ചിട്ട് പറയാടാ. അപ്പോൾ ചമ്മരെ നമ്മൾ ഓടിയ ഏണിങ്സ് കാണിച്ചു തരാൻ ഉണ്ടായില്ല. ഏണിങ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്വിഗ്ഗി ഞാൻ ആകെ ഓടിയേക്കണത് 340 രൂപക്കാണ്. അതിൽ ഫസ്റ്റ് അടിച്ചൊരു 81, റിട്ടേൺ 28, 49. ഈ ഒരു 3 ഓർഡർ കഴിഞ്ഞാൽ ബാക്കി ഓർഡറൊക്കെ അടിച്ചേക്കണം. സൊമാറ്റോൻ്റെ ഒപ്പം ഞാൻ ആപ്പ് ഓണാക്കിയപ്പോഴാണ്. സൊമാറ്റോയിൽ ഞാൻ ആകെ ഓടിയേക്കണത് 20 രൂപക്കാണ്. വെറും 20 രൂപയുടെ ഒരൊറ്റ ഓർഡർ മാത്രം ഓടിച്ചത്. അപ്പോൾ അതാണ് നമ്മുടെ സൊമാറ്റോയിലെയും ഇന്നത്തെ ഏണിങ്, സ്വിഗ്ഗിയിലെ ഇന്നത്തെ ഏണിങ്. എന്നെ സ്വിഗ്ഗിയിൽ ഇഷ്ടംപോലെ കാശ് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചോണ്ടാണ്. സ്വിഗ്ഗിയല്ല സൊമാറ്റോയിൽ. ഇയാളെ സ്വിഗ്ഗി പറഞ്ഞു പറഞ്ഞാൽ അതെന്നെ വയല് തന്നെ ഉള്ളൂപ്പാ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു ഓർഡർ എപ്പോഴാണ് അത് കിട്ടിയത്? 3 മണിക്കൂർ എന്നാണ് വർക്ക് ചെയ്തപ്പോൾ. ആ നേരത്തെ ഞാൻ സ്വിഗ്ഗിയിൽ ഓടി 10-200 രൂപ എനിക്ക് ആ നേരത്തെ കിട്ടി. എന്നിട്ട് 20 രൂപയുടെ ഓരോ ഓർഡർ എടുത്തിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് പോരാൻ നേരത്തെ 7 മണി ആയപ്പോൾ അത് കിട്ടിയപ്പോൾ എൻ്റെ മൊത്തം സന്തോഷം ഒന്ന് വന്നായിരുന്നു. മാറിപ്പോവില്ലേ? അല്ലെങ്കിൽ മാറി. എടാ മോനെ ടാറ്റേടാ. ക്ഷീണം കാണും, റെസ്റ്റ് എടുത്തോ. അപ്പോൾ അവനെ ഞാൻ വീട്ടിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ചമാരെ ഞാൻ ഇന്നലെ അവനെ രാത്രി വീട്ടിലാക്കിയിട്ട് അവൻ്റെ വീട്ടിലാക്കിയിട്ട് പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോയപ്പോഴേക്കും കുറച്ച് ലേറ്റായി. പിന്നെ ഞാൻ വേറെ കുറേ പരിപാടികളിലോട്ടൊക്കെ പോയിരുന്നില്ല. ഔട്ട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്നലെ ഞാൻ ഓൾറെഡി ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ. പക്ഷേ ആ ഇൻട്രോ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാനില്ല. കാരണം ഞാൻ ചെയ്തതും പറഞ്ഞതും തമ്മിലൊരു സിങ്ക് ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ചെയ്തത് ഇതിൽ നിന്ന് ഡൈവേർട്ടായി പോയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നൊരു ഇൻട്രോ കൂടി എടുത്തേക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഡ്രസ്സിൽ ആദ്യം നിങ്ങളൊരു ഇൻട്രോ ഉണ്ട്, ഈ ഡ്രസ്സിൽ തന്നെ ഔട്ട്രോ കാണണം. കാരണം ഇത് എടുക്കുന്ന ഒരു ദിവസമാണ്. ഞാൻ എടുത്ത വീഡിയോ ഇന്നലത്തേത് വേണം പറഞ്ഞ് ക്ലാരിഫൈ ചെയ്യണമല്ലോ. ഇൻട്രോയിൽ കണ്ടപ്പോൾ ഈ റെഡ് സാധനം സൊമാറ്റോൻ്റെ ടീഷർട്ട് തന്നെയാണ്. അവൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചു പറ്റിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ളിലിടാനായിട്ട് ഷർട്ടിനോ ഒരു ഇതാണ് എളുപ്പം. അതാകുമ്പോൾ നല്ല ബ്രീത്തിങ് ആണ്.
അപ്പോൾ വീഡിയോ നിൽക്കത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണമല്ലോ ലൈക്ക് ചെയ്യുക. ഇതുവരെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.